ഇപ്പോൾ മുതിർന്ന മാധ്യമപ്രവർത്തകൻ എം ജയചന്ദ്രൻ കൂടി ഈ ഘട്ടത്തിൽ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ എം ജയചന്ദ്രൻ, വളരെ ഗൗരവമാണ്. ഇപ്പോൾ CPIM നേതാവ് CK ശശിധരനെ പോലുള്ളവർ, അതായത് ഈ അങ്ങനെ പൊതുപ്രവർത്തനം നടത്തുന്നവരുണ്ട്, പശുവിനെ വളർത്തിയും അങ്ങനെ ത്യാഗോജ്വലമായി പൊതുപ്രവർത്തനം നടക്കുന്നവരുണ്ട്. അവരുടെ നാട്ടിലാണ് കോൺഗ്രസ് നേതാക്കൾ ഇത്തരത്തിൽ കോഴകൾ വാങ്ങി നിയമനങ്ങൾ നടത്തുന്നു. അത് നിയമനം ലഭിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം. ഈ അഴിമതിയുടെ ഇരയായി ഒരു പാവം മനുഷ്യൻ, വിജയേട്ടൻ എന്നവർ വിളിക്കുന്ന ഒരു കോൺഗ്രസ്സുകാരൻ തന്നെ അദ്ദേഹത്തിൻ്റെ മകനുമൊപ്പം ജീവൻ മതിയാക്കേണ്ടി വരുന്ന സാഹചര്യം, ഇത് കേരളത്തെ സംബന്ധിച്ച് ഞെട്ടിപ്പിക്കുന്നതാണ്. ശ്രീ എം ജയചന്ദ്രൻ. തീർച്ചയായിട്ടും ഇത് ഇതിൻ്റെ അകത്ത് ഞങ്ങളാരും ഇതൊന്നും അറിഞ്ഞിട്ടേ ഇല്ല. എത്രയോ മാന്യനും വിശുദ്ധനുമാണ് MLA എന്നുള്ള മട്ടിലാണല്ലോ മാധ്യമങ്ങളുടെ പോക്ക് ഇക്കാര്യത്തിലുള്ളത്. അജിംഷാദ്, അവിടെയാണ് നമ്മൾ പ്രധാനമായിട്ടും ഇക്കാര്യത്തിൽ വിമർശന വിധേയമാക്കേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം CPM-നോ ഇടതുപക്ഷത്തിനോ എതിരെ ഇത് രണ്ടുപേരാണ് മരിച്ചത്, രണ്ടുപേരാണ് ആത്മഹത്യ ചെയ്തത്. എന്നിട്ട് മാധ്യമങ്ങളുടെ കുറ്റകരമായ വിധ്വംസക മൗനം അത് നോട്ട് ചെയ്യേണ്ടതാണ്. ശ്രീ എം ജയചന്ദ്രൻ പറയുക വളരെ ശരിയാണ്. തുടരാം. അല്ല, അത് CPM-ന്റെ ഏതെങ്കിലും ബ്രാഞ്ച് സെക്രട്ടറിയുടെ വീടിന് 50 മീറ്റർ അകലെയുള്ള ഒരാളാണ് ആത്മഹത്യ ചെയ്തതെങ്കിൽ പോലും CPM ബ്രാഞ്ച് സെക്രട്ടറിയുടെ അയൽവാസിയാണ് മരിച്ചത്, ദുരൂഹതയുണ്ടെന്ന് സംശയിക്കുന്നു എന്ന് പറഞ്ഞാണല്ലോ വാർത്തകൾ കൊടുക്കുന്നത്. അവിടെയാണ് ഡയറക്റ്റ് MLA-ക്ക് ഇതിൻ്റെ അകത്ത് പങ്കുണ്ട് എന്ന് പറഞ്ഞ് നേരത്തെ തന്നെ KPCC പ്രസിഡന്റ് അടക്കം കത്തയച്ചിട്ട് ഒരു പരിഹാരവുമില്ലാതെ വന്നപ്പോഴേക്ക് BCCയുടെ ട്രഷറർ NM വിജയന് മകനും ഒന്നിച്ച് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു. മകൻ ബുദ്ധിമാന്ദ്യമുള്ളവനാണ്, അതുകൊണ്ട് ആ മകനെ മാറ്റി നിർത്താം. എന്താണ് ഇദ്ദേഹത്തിന് ചെയ്യേണ്ടി വന്നത്? ഇദ്ദേഹത്തിന് നാട്ടുകാരോട് പറയാൻ മറുപടി ഇല്ലാതായി. കോൺഗ്രസ് നേതാക്കളോടും പ്രവർത്തകരോടും പറയാൻ മറുപടി ഇല്ലാതായി. ഇത് സുൽത്താൻ ബത്തേരി മുഴുവൻ അറിയുന്ന കാര്യമാണ് എല്ലാവർക്കും. ഇത് എത്ര മൂടിപ്പോയെന്ന് വെച്ചാലും അവിടുത്തെ നേതാക്കൾക്ക് മുഴുവൻ അറിയുകയും ചെയ്യാം ഈ പണം എങ്ങോട്ടാണ് പോയത് എന്നുള്ളത്. ഒരാൾക്കല്ലല്ലോ, ഒരാളുടെ നല്ലല്ലോ വാങ്ങിച്ചത്. ഇപ്പൊ പുറത്തു വരുന്ന വിവരങ്ങൾ ഇപ്പോൾ കൈരളി ന്യൂസിനോട് പറഞ്ഞ ഐസക് താമരച്ചാലും കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹം കോൺഗ്രസ് നേതാവാണ്. അത് ഇപ്പോഴും അടിയറച്ച കോൺഗ്രസ്കാരാണ് താനെന്ന് പറയുന്നുണ്ടല്ലോ. അതെ ഉണ്ടല്ലോ. അപ്പോ ഇത് പ്രശ്നം വരുന്നത് ഈ ഐസക് താമരച്ചാൽ എന്താണ് പറയുന്നത്? തന്റെ മകന് പണി വാങ്ങിച്ചു കൊടുത്താൽ മതി, അതാണ് അദ്ദേഹത്തിന്റെ പ്രശ്നം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അതിന് പുറകെ നടക്കുന്നത് IC ബാലകൃഷ്ണന്റെ പുറകെയാണ്. അദ്ദേഹത്തിന്റെ ഒരു ഇടനിലക്കാരൻ മാത്രമായിരുന്നു വിജയൻ എന്ന് തുറന്നു പറയുകയാണ് ഇപ്പോൾ ഐസക് താമരച്ചാൽ ചെയ്യുന്നത്. അപ്പോ ഇത് ഒരു ഏജൻസി പണി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആത്മഹത്യ ചെയ്ത വിജയൻ എന്നുള്ളത് കൂടുതൽ വ്യക്തതയോടെ പുറത്തു വരികയാണ്. ആ ഏജൻസി പണി ചെയ്തത്, ഇടനിലക്കാരന്റെ പണി ചെയ്തത് MLA-ക്ക് വേണ്ടിയിട്ടാണ്. കാരണം ഈ സംഭവം നടക്കുന്ന സമയത്ത് MLA ആരായിരുന്നു? DCC പ്രസിഡന്റും കൂടിയായിരുന്നു. MLA ആയിരുന്നു, ഒപ്പം DCC പ്രസിഡന്റും ആയിരുന്നു. അത് രണ്ടും കൂടെ അജിംഷാദ് ഒരു സൊസൈറ്റിയിലല്ല, ഒരു സഹകരണ സംഘത്തിലല്ല, 1, 2, 3 സഹകരണ സംഘങ്ങളിലെ പൂതാടിയും മടിക്കയും പുൽപ്പള്ളിയും മൂന്ന് സഹകരണ സംഘങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ ജോലി വാങ്ങിച്ചു കൊടുക്കാം എന്നുള്ളതാണല്ലോ രേഖാമൂലം തന്നെ കൊടുത്തിട്ടുള്ള ഉറപ്പ്. അപ്പൊ എന്നിട്ട് ഞങ്ങൾ പ്രതികളെ KPCC അന്വേഷണ കമ്മീഷനെ വെച്ച് അന്വേഷിച്ചിട്ട് 2 പേരെ പുറത്താക്കി എന്നുള്ള തൊഴിൽന്യായങ്ങളൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാനാണ് കഴിഞ്ഞ 2 ദിവസങ്ങളായിട്ട് കോൺഗ്രസ് നേതാക്കൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ചാനൽ ചർച്ചകളിൽ അടക്കം. VD സതീശനും അടക്കം മൗനമാണ് ഈ വിഷയത്തിൽ. ഒരു കോൺഗ്രസ് കുടുംബം പോയിട്ട് വിജയനെ പോലെ ഒരു കോൺഗ്രസ് പ്രവർത്തകന് മറ്റുള്ള കോൺഗ്രസ് നേതാക്കന്മാർ വാങ്ങിയ കുഴപ്പണത്തിന്റെ പേരിൽ ജീവനൊടുക്കേണ്ടി വന്നിട്ട് 2 ജീവനുകൾ പൊലിഞ്ഞിട്ട് കോൺഗ്രസ് നേതാക്കന്മാർക്ക് മൗനമാണ്. അവർക്ക് അറിയില്ലത്രേ, VD സതീശന് അറിയില്ലത്രേ. ശ്രീ എം ജയചന്ദ്രൻ. അതെ, ഇത് വയനാട്ടിലെ സഹകരണ മേഖലയിൽ സംഘടിതമായ കൊള്ള നടത്തുന്നതിന്റെ ഉദാഹരണങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം സംഭവിച്ചത് KK ബ്രാമിന്റെ കാര്യം അറിയാമല്ലോ. KPCC നേതാവാണ്, അവിടുത്തെ സഹകരണ ബാങ്ക് പുൽപ്പള്ളി സഹകരണ സംഘം പ്രസിഡന്റായിരുന്നു. തട്ടിപ്പ് നടത്തി അറസ്റ്റ് ചെയ്ത് ആരാണ്? ED അല്ലേ അറസ്റ്റ് ചെയ്തത്. ആ കേസ് ഇപ്പോഴും നടക്കുകയാണ്. ഇപ്പോൾ ആ വ്യക്തി ജാമ്യത്തിൽ ഇറങ്ങിയിട്ടുണ്ട്.
അതിനു മുമ്പ് ഈ സ്വന്തം പാർട്ടിക്കാർ ചതിച്ചു എന്ന് പറഞ്ഞ മണ്ഡലം കമ്മിറ്റി ആഫീസിൽ ആത്മഹത്യ ചെയ്ത ആളാണ്. മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ ആത്മഹത്യ ചെയ്ത ആളാണ് കോൺഗ്രസ് നേതാവായിട്ടുള്ള പി വി ജോസ്. ഈ സഹകരണ മേഖലയാണ് ഇതൊക്കെ കേന്ദ്രീകരിച്ച് നടക്കുന്ന പരിപാടികൾ. ഈ UDF ഭരിക്കുന്ന സഹകരണ മേഖലയിലാണ് ഈ കൂടുതൽ പ്രശ്നങ്ങൾ. അതാണ് അവരാണ് ഈ സഹകരണ മേഖലയുടെ യശസ് കെടുത്തിയത് എന്നുള്ളത് ആരോപണമല്ല, അത് വസ്തുതയാണെന്ന് ബോധ്യമാകുന്നു അല്ലേ ശ്രീ ജയചന്ദ്രൻ? അല്ല, അത് മാത്രമല്ല നമ്മൾ ഈ 2006, 2011 BS സർക്കാരിന്റെ കാലത്താണ് സഹകരണ റിക്രൂട്ട്മെന്റ് ബോർഡ് അന്നത്തെ സഹകരണ മന്ത്രിയായിരുന്ന ജി സുധാകരൻ പ്രഖ്യാപിക്കുന്നത് പരസ്യമായി. പ്യൂൺ പോസ്റ്റ് ഒഴികെ സഹകരണ സംഘങ്ങളിലെ ബാക്കി എല്ലാ പോസ്റ്റുകളുടെയും പരീക്ഷ നടത്തുന്നതും നിയമനം നടത്തുന്നതും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് കോഓപ്പറേറ്റീവ് റിക്രൂട്ട്മെന്റ് ബോർഡാണ്. ആ ബോർഡിന്റെ അധികാരത്തിനെ മറികടന്ന് എങ്ങനെയാണ് കോൺഗ്രസ് നേതാക്കൾക്ക് സഹകരണ സംഘങ്ങളിൽ ആൾക്കാരെ നിയമിക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് ഇവിടെ ഉയർന്ന മറ്റു പ്രധാനപ്പെട്ട നിയമപരമായ പ്രശ്നം, സഹകരണ മേഖലയെ സംബന്ധിച്ച പ്രശ്നം. ആ പ്രശ്നം ഉയർന്നു വരുന്നുണ്ട്. അതുകൊണ്ടാണ് സഹകരണ മന്ത്രി VN വാസവൻ ഇന്നലെ പറഞ്ഞത് ഈ സഹകരണ മേഖലയെ ബാധിക്കുന്ന ഈ പ്രശ്നം ഗൗരവതരമായിട്ട് അന്വേഷിക്കാൻ തന്നെയാണ് സഹകരണ മേഖല തീരുമാനിച്ചിട്ടുള്ള ഉത്തരവിട്ടിട്ടുള്ളത് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ കൊള്ള നടക്കുന്നത് എന്നുള്ള വലിയൊരു ചോദ്യം മുമ്പിൽ വരുന്നുണ്ട്. ഇത് പ്യൂൺ നിയമനത്തിന് മാത്രമല്ല ഈ പൈസ വാങ്ങിച്ചിരിക്കുന്നത്. 34 പേരോളം വാങ്ങിച്ചിരിക്കുന്നത് ക്ലർക്ക് പോസ്റ്റിലാണ് വാങ്ങിച്ചിരിക്കുന്നതെന്നാണ് അറിയുന്നത്, ഇപ്പൊ പുറത്തു വരുന്നത്. എങ്ങനെയാണ് ക്ലർക്ക് പോസ്റ്റ് കൊടുക്കാൻ കഴിയുക കോൺഗ്രസ് നേതാക്കൾക്ക്? റിക്രൂട്ട്മെന്റ് ബോർഡാണ് നിയമനം നൽകേണ്ടത്. അതിനെ എങ്ങനെയാണ് ഇവർക്ക് മറികടക്കാൻ കഴിയുക? ഈ കാര്യങ്ങളും പുറത്തു വരണ്ട അന്വേഷണത്തിൽ. അതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണത്തിൽ പുറത്തു വരണം. കുറ്റക്കാരായ ആൾക്കാർ, ഈ വിജയന്റെ അദ്ദേഹത്തിന്റെ മകന്റെ ആത്മഹത്യയിൽ കുറ്റക്കാരായ നേതാക്കൾ, അത് MLA ആണെങ്കിൽ MLA അടക്കം നിയമത്തിന് മുമ്പിൽ വെളിച്ചത്ത് കൊണ്ടുവരികയും കടുത്ത ശിക്ഷാ നടപടി ഉണ്ടാകുകയും ചെയ്യണം എന്നുള്ളതാണ് കേരള ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. ഇത് വയനാട് DCCയിൽ മാത്രം നിൽക്കുന്ന ഒരു പ്രശ്നമല്ല. ഒന്ന്, IC ബാലകൃഷ്ണൻ എന്ന ബത്തേരി MLA അതിലുണ്ട്. അതൊന്ന്. T സിദ്ദിഖുമായി ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ അറിയാവുന്ന പല ഘടകങ്ങളും ഉണ്ട്. 3, K സുധാകരന് 2021 ഈ വിജയൻ എന്ന മനുഷ്യൻ, ജീവനൊടുക്കേണ്ടി വന്ന മനുഷ്യൻ കത്തെഴുതിയിട്ടുണ്ട്. തൻ്റെ പേരിൽ അത്തരത്തിൽ പണം വാങ്ങുന്നു, ജോലി നൽകുന്നില്ല, എന്നിട്ട് ആ പണം തിരികെ നൽകുന്നില്ല, അതിൻ്റെ പാപഭാരം തനിക്കാണ്, അതിൽ നടപടിയെടുക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ട് കത്തെഴുതിയിട്ടുണ്ട്. ആ വേദനയിൽ ചാലിച്ച കത്ത് KPCC പ്രസിഡന്റിന്റെ മുമ്പിലെത്തിയിട്ട് എന്ത് ചെയ്തു, എന്ത് നടപടിയെടുത്തു? മറ്റ് CPIM-ഉമായി ബന്ധപ്പെട്ട് ഇല്ലാത്ത വാർത്തകൾ പോലും പൊലിപ്പിച്ച് കാട്ടി അതിൻ്റെ പേരിൽ ഹോട്ട് സീറ്റിൽ ഞെരിപിരി കൊള്ളുന്ന മാധ്യമ ചർച്ചകൾ എവിടെ ശ്രീ M. ജയചന്ദ്രൻ? ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടേ ഈ വിഷയത്തിന്റെ പശ്ചാത്തലത്തിൽ? അല്ല, ഇത് ഏറ്റവും ഒടുവിൽ ഇപ്പോ കൈരളിയിൽ ഉൾപ്പെടെ പറഞ്ഞ ഐസക് താമരച്ചാലിൽ, ഞാൻ മനസ്സിലാക്കുന്ന ഐസക് താമരച്ചാലിൽ കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് ആയിട്ടുള്ള വയനാട് MLA T സിദ്ദിഖിന്റെ അടുത്ത് തന്നെ ഇക്കാര്യത്തിന് പരാതിയുമായിട്ട് ചെന്നു. പരാതിയുമായിട്ട് ചെന്നപ്പോൾ സിദ്ദിഖ് പറയുകയാണ്, ഇത്തരം പരാതികളൊന്നും ഇവിടെ എടുക്കാൻ കഴിയില്ല, KPCC എടുക്കാൻ കഴിയില്ല. ആരാണ് പറയുന്നത്? കോൺഗ്രസിന്റെ വർക്കിംഗ് പ്രസിഡന്റ് എടുത്തില്ല. അതാണ് അവസ്ഥ. അപ്പോ നഗ്നമായ അഴിമതി നടന്നു. അത് നിങ്ങൾ ഇടപെടണം, പരിഹരിക്കണം എന്ന് പറഞ്ഞതിന് മറുപടി ഇതൊന്നും ഇവിടെ എടുക്കാൻ കഴിയില്ല എന്നാണ് മറുപടി പറയുന്നത്. ഞാൻ ഓർക്കുകയാണ് ശ്രീ ജയചന്ദ്രൻ, M. ജയചന്ദ്രൻ, ഇത് ഈ മാധ്യമങ്ങളുടെ ഈ പക്ഷപാതിത്വ നിലപാട് അത് സഹിക്കാനാകാത്ത വിധം പുളിച്ചു തകിട്ടുകയാണ്. കാരണം കെവിൻ എന്ന ഒരു പയ്യൻ മരിക്കുന്ന സാഹചര്യമുണ്ട്, അതായത് ദുരഭിമാനക്കൊല. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ കാര്യത്തിൽ ഏതോ ഒരു SI വയർലെസ്സിലൂടെ അയാൾക്ക് രക്ഷപ്പെടാൻ പറഞ്ഞ ഒരു വാക്കെടുത്തിട്ട് ഇലക്ഷൻ്റെ തലേന്ന് ദിവസങ്ങളോളം ഇല്ലാത്ത കാര്യത്തിൻ്റെ പേരിൽ ചർച്ച നടത്തി. ആ ഇലക്ഷനിൽ തോറ്റു എന്നറിഞ്ഞു കഴിഞ്ഞപ്പോൾ, UDF തോറ്റു എന്നറിഞ്ഞപ്പോൾ തീർച്ചയായും ആ വിവാദങ്ങളൊക്കെ കെട്ടടങ്ങി. അതൊക്കെ നാം പരിശോധിക്കണം. ഇവിടെ KPCC പ്രസിഡൻറ്റും T സിദ്ദിഖും അടക്കമുള്ളവർ ഇതിനകത്തേക്ക് ബന്ധമുണ്ട്. അവർക്ക് ഈ മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് പരാതികൾ ഉണ്ടായിട്ടുണ്ട്, ഈ തട്ടിപ്പിന് ഇരയായവർ പരാതി നൽകിയിട്ടുണ്ട്. എന്നിട്ടാണ് ആ മനുഷ്യന് ജീവനൊടുക്കേണ്ടി വന്ന 2 പേർക്കൊരു കുടുംബത്തിലെ. അപ്പോൾ അതിനെതിരെ ഒരു ചർച്ചയുമില്ല ശ്രീ M. ജയചന്ദ്രൻ. മാധ്യമങ്ങൾക്ക് കണ്ട മട്ടില്ലല്ലോ, മാധ്യമങ്ങൾക്ക് കണ്ട മട്ടില്ല, ഇങ്ങനത്തെ സംഭവം അറിഞ്ഞ മട്ടില്ല. ഈ വിഷയത്തിൽ സാധാരണഗതിയിൽ ഇടതുപക്ഷവുമായി വിദൂര ബന്ധമെങ്കിലും ഉള്ളവരാണ് ഇങ്ങനെ ആത്മഹത്യ ചെയ്തിരുന്നെങ്കിൽ എന്താവുമായിരുന്നു ഇവിടുത്തെ മാധ്യമ കോലാഹലങ്ങളും ഈ രാത്രികാല ചർച്ചയും എന്താകുമെന്ന് ജനങ്ങൾക്ക് ഊഹിക്കാവുന്നുള്ളൂ ഇപ്പോ. അപ്പോ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോ ഈ വിഷയങ്ങളുടെ വസ്തുതയും അതിന്റെ മെറിറ്റും അല്ല,
പിന്നെ മറിച്ച് എങ്ങനെ ഇടതുപക്ഷ വിരോധം ഉൽപ്പാദിപ്പിക്കാം എന്നുള്ളത് മാത്രമാണ് മാധ്യമ അജണ്ട എന്നുള്ളത് ഇത്തരം സംഭവങ്ങളോടെ കൂടുതൽ ജനങ്ങൾക്ക് വെളിവായിക്കൊണ്ടിരിക്കുകയാണ് ജിംഷാദ് സംഭവിക്കുന്നത്. ഇപ്പൊ താങ്കൾ പറഞ്ഞ ഈ കെവിൻ സംഭവം 2018 മെയ്യിലാണല്ലോ സംഭവിക്കുന്നത്. സജി ചെറിയാൻ ആദ്യമായിട്ട് MLA ആയി തെരഞ്ഞെടുക്കപ്പെടുന്ന ബൈ ഇലക്ഷനില് അതിന് തൊട്ടു മുമ്പാണ് ആ സംഭവം ഉണ്ടാവുന്നത്. ഈ പ്രശ്നം താങ്കൾ പറഞ്ഞ സംഭവം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ അനക്കമില്ലല്ലോ മാധ്യമങ്ങൾക്ക്. അത് നമ്മൾ അന്ന് കണ്ടതാണ്. ഇന്നിപ്പോ ഈ വിഷയത്തിൽ ഇത് പറയാനുള്ളത് കൈരളിയല്ലേ ഉള്ളൂ, വേറെ ആർക്കും ഇത് ചർച്ചയും ചെയ്യണ്ടല്ലോ. അതാണല്ലോ ഇപ്പോഴത്തെ അവസ്ഥ നിൽക്കുന്നത്. ആ സാഹചര്യത്തിൽ ജനങ്ങൾ സ്വയം സത്യം മനസ്സിലാക്കേണ്ട സാഹചര്യം ഉണ്ടാവുന്നത് കൈരളി പോലുള്ള മാധ്യമങ്ങൾ കൂടുതൽ മിഴിവോടെ കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ആ വ്യക്തത വരുന്നതെന്നുള്ള പ്രാധാന്യവും കൂടെ ഇതിന് വരുന്നുണ്ട് ഇപ്പോൾ. തീർച്ചയായും താങ്ക് യു. തീർച്ചയായും, കാരണം ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധം കൂടി ആണ് ഉയരുന്നത്. ശ്രീ M. ജയചന്ദ്രൻ അദ്ദേഹത്തിൻ്റെ വളരെ ഷാർപ്പായ നിരീക്ഷണം കൂടിയാണ് ഈ ഘട്ടത്തിൽ പങ്കുവച്ചത്.